ചിത്രങ്ങൾ ഒരു പൊതുസ്ഥലത്ത് പ്രത്യേകമായ ആഘോഷ പരിപാടിയുടെ പേരിലാണെങ്കിൽ പോലും അവിടെ ചിത്രചന്തയിലൂടെ അത് വിൽപ്പന നടത്തി അവർക്കും സമൂഹത്തിനും അത്തരമൊരു ചിത്ര സങ്കേതങ്ങളെക്കുറിച്ചും ചിത്രരീതികളെക്കുറിച്ചും വരച്ച ചിത്രങ്ങൾ വാങ്ങി വീടുകളും മറ്റ് സ്ഥാപനങ്ങളും അലങ്കരിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരു ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രവർത്തനം. ഒരുപക്ഷെ ചിത്രകലാ പരിഷത്ത് കേരളത്തിൽ ആദ്യം നടത്തുന്നതാണിത്. ചിത്രകലാ പരിഷത്തിൻ്റെ കർണാടക വിഭാഗം ബാംഗ്ലൂരിൽ എല്ലാ വർഷവും നടത്താറുണ്ട്. പക്ഷേ ചിത്രകലാ പരിഷത്തിൻ്റെ സംസ്ഥാന ഘടകം ഇതുവരെ അങ്ങനെ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് ആദ്യമായി ഏറ്റെടുക്കുന്നത് കണ്ണൂരാണ്. ഏതായാലും അതോടൊപ്പമുള്ള വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അതാത് സമയത്ത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രദ്ധ പ്രത്യേകമായി വേണം. കാരണം ഇപ്പോൾ കലുഷിതമായ ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ സർഗാത്മകത വളർത്തുന്നതിന് വേണ്ടിയും പോസിറ്റീവ് എനർജി നൽകുന്നതിന് വേണ്ടിയും ഇത്തരം കൂടിച്ചേരലുകൾ ഉണ്ടാവും എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചിത്രകലാ പരിഷത്തിൻ്റെ തുടക്കം 57-ൽ തൃശ്ശൂരിൽ നിന്നാണ്. 57 കുറേ വർഷങ്ങളുടെ പാരമ്പര്യവും എത്രയോ പ്രഗത്ഭരായ പ്രശസ്തരായ ചിത്രകൃത്തുക്കൾ ശില്പകാരന്മാരൊക്കെ തന്നെ ഇതിൻ്റെ പിറവിയിൽ കൂടുതൽ ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മഹത്തായ പാരമ്പര്യം സൂക്ഷിക്കുന്ന ഒരു ചിത്രകലാ പരിഷത്ത് എന്ന നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തക്ക രീതിയിലുള്ള ഒരു പ്രത്യേകമായ ഒരു വാർത്താ ശ്രദ്ധ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സംഗതി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് ഇത് സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇതോടനുബന്ധിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രമേയം നമ്മൾ കഴിഞ്ഞ ഇതിൻ്റെ ആദ്യ യോഗത്തിൽ പാസ്സാക്കിയത് പൊതു ഇട കലാസൃഷ്ടികൾ സംരക്ഷിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെട്ട നമ്മുടെ കാനായി കുഞ്ഞിരാമൻ സാറിൻ്റെ ശില്പമടക്കം പയ്യാമ്പലത്ത് അതിൻ്റെ മുമ്പിൽ വലിയൊരു ടവർ നിർമ്മിച്ചുകൊണ്ട് ആ ശില്പത്തിൻ്റെ അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ശില്പത്തിൻ്റെ ഭംഗിയില്ല. ആ രീതിയിൽ ശില്പം എന്താണോ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ ഒരു ആശയം, പ്രമേയം, കൗതുകം അവിടെ അസ്ഥാനത്താക്കുന്ന രീതിയിലുള്ള ഒരു ശില്പത്തിൻ്റെ അടുത്തുള്ള ഒരു ടവർ, അത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്നൊക്കെ പത്രത്തിൽ വന്നിരുന്നു. നമ്മളൊക്കെ അതിന് പ്രതിഷേധവുമായി ഒന്ന് പോയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശംഖുമുഖത്ത് അദ്ദേഹത്തിൻ്റെ വലിയ ജലകന്യകയുടെ അടുത്താണ് വലിയ ഹെലികോപ്റ്റർ വെച്ചുകൊണ്ട് മറ്റൊരു പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. ആ രീതിയിലുള്ള ധാരാളം അശ്രദ്ധമായ അശാസ്ത്രീയമായ ചില നിർമ്മാണ പ്രവർത്തനം ഇതോടനുബന്ധിച്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ തിരിച്ചറിയാനും പൊതു ഇടങ്ങളിലെ ഇത്തരം കലാസൃഷ്ടികൾ കൂടുതൽ ജനകീയമാക്കാനും കഴിയണമെന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ ഈ ആദ്യ യോഗത്തിൽ, ഈ പുതിയ കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിൽ ഒരു പ്രമേയമായി അവതരിപ്പിച്ചത്. അത് ഹൈലൈറ്റ് കൊണ്ടാണ് ഒരുപക്ഷെ അതിൻ്റെ റൈറ്റപ്പ് ജസ്റ്റ് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്. മുൻഗാമികളൊക്കെ പറഞ്ഞത് ഇങ്ങനെയൊരു ഇയർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്നത് കുറച്ച് കൗതുകമായിരിക്കും, അത് കൃത്യമായൊരു ചിട്ട അച്ചടക്കം ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ മാതൃകാപരമായ രീതിയിലുള്ള ഒരു പ്രവർത്തന നിലയിലാണ് ചിത്രകലാ പരിഷത്തിൻ്റെ 25-26 വർഷത്തെ ആദ്യ വർഷത്തെ മാസ്റ്റർ പ്ലാൻ ഇവിടെ തയ്യാറാക്കിയത്. അതുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ പിന്നീടുള്ള സഹകരണം ഉണ്ടാവണമെന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് അഭ്യർത്ഥിക്കാനുള്ളത്.